ആദ്യം തൊട്ട് ഫസ്റ്റ് തൊട്ട്. ആകാശവാണി ദേവികുളം നിലയത്തിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഗിരിജകുമാരി ആർ, മെഡിക്കൽ ഓഫീസർ, ഗവൺമെൻറ് ഹോമിയോ ഡിസ്പെൻസറി, രാജകുമാരി. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഹെൽത്തി കേരള വൈ ഫോർ വെൽനസ് ക്യാമ്പയിൻ്റെ ഭാഗമായി ഹോമിയോയും ആരോഗ്യ കേരളവും എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഇന്നത്തെ ആരോഗ്യവേദിയിൽ ഹോമിയോയും ആരോഗ്യ കേരളവും എന്ന വിഷയത്തെക്കുറിച്ച് രാജകുമാരി ഗവൺമെൻറ് ഹോമിയോ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഗിരിജകുമാരി ആർ സംസാരിക്കുന്നു. ആദ്യമേ ഹോമിയോപ്പതി. 19-ാം നൂറ്റാണ്ടിൽ ജർമ്മൻ ഡോക്ടറായ ഡോക്ടർ സാമുവൽ ഹനുമാനാണ് ഹോമിയോപ്പതി എന്ന ചികിത്സാ രീതി വികസിപ്പിച്ചത്. ഹോമിയോപ്പതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ രോഗത്തേക്കാൾ പ്രധാനം രോഗിക്കാണ്. ഓരോ വ്യക്തിയുടെയും ശാരീരികവും മാനസികവുമായ ലക്ഷണങ്ങൾ, ഭക്ഷണശീലം, ഉറക്കത്തിൻ്റെ അവസ്ഥ, നിരവധി വിവരങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കി രോഗിയുടെ അവസ്ഥയ്ക്ക് ഏറ്റവും സമാനമായ ഔഷധം തിരഞ്ഞെടുത്ത് നൽകുന്നു. ഇതിലൂടെ ഓരോ വ്യക്തിക്കും വ്യക്തിഗത സമഗ്ര ചികിത്സ നൽകപ്പെടുന്നു. എന്തുകൊണ്ട് ഹോമിയോപ്പതി? ഹോമിയോപ്പതിയിൽ പാർശ്വഫലങ്ങളില്ല. രോഗപ്രതിരോധ ശക്തി വർദ്ധിക്കുന്നു. മരുന്ന് മൂലമുണ്ടാകുന്ന രോഗങ്ങൾ വരികയില്ല. ഇത് പ്രകൃതി വിരുദ്ധവുമല്ല. രോഗികൾക്ക് ചികിത്സ ഒരു ബാധ്യതയാകുന്നുമില്ല. ഇനി നോക്കാൻ പോകുന്നത് ആരോഗ്യ കേരളം പദ്ധതിയെക്കുറിച്ചാണ്. ഇതിൽ 4 പ്രവർത്തനങ്ങളാണ് ഉള്ളത്. 1. ആരോഗ്യകരമായ ഭക്ഷണം അഥവാ Eat Well. 2. മതിയായ വ്യായാമം അഥവാ Act Well. 3. കൃത്യമായ ഉറക്കം അഥവാ Sleep Well. 4. ആരോഗ്യ പരിപാലനം അഥവാ Care Well. ആദ്യമേ തന്നെ Act Well അഥവാ മതിയായ വ്യായാമം എന്താണ് എന്ന് നോക്കാം. ശാരീരിക ഊർജം ഉപയോഗിച്ച് അസ്ഥിപേശികൾ നടത്തുന്ന ഏതൊരു ശാരീരിക ചലനത്തെയും ശാരീരിക പ്രവർത്തനമായി ലോകാരോഗ്യ സംഘടന നിർവചിച്ചിരിക്കുന്നു. ആഗോളതലത്തിൽ മരണനിരക്ക് വർദ്ധിപ്പിക്കാനുള്ള 4ാമത്തെ പ്രധാന ഘടകമായി ശാരീരിക നിഷ്ക്രിയത്വം മാറിയിട്ടുണ്ട്. ഹൃദ്രോഗം, പക്ഷാഘാതം, പ്രമേഹം, ക്യാൻസർ, രക്താതിസമ്മർദ്ദം, അമിതഭാരം, പൊണ്ണത്തടി തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളെ തടയാനും ഒരു പരിധിവരെ ചികിത്സിക്കാനും ശാരീരിക പ്രവർത്തനങ്ങൾ സഹായിക്കുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇതോടൊപ്പം വ്യക്തികളുടെ മാനസികാരോഗ്യം, ജീവിത നിലവാരം, ക്ഷേമം എന്നിവ മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ ഓൺ ഫിസിക്കൽ ആക്ടിവിറ്റിയുടെ ലക്ഷ്യം 2030 ആകുമ്പോഴേക്കും മുതിർന്നവരിലും കൗമാരക്കാരിലും ശാരീരിക നിഷ്ക്രിയത്വത്തിൻ്റെ ആഗോള വ്യാപനത്തിൽ 15% ആപേക്ഷിക കുറവാണ് പ്രതീക്ഷിക്കുന്നത്. ആരോഗ്യകരമായ ലോകത്തിനായി കൂടുതൽ സജീവമായ ആളുകൾ, അതായത് മോർ ആക്റ്റീവ് പീപ്പിൾ ഫോർ എ ഹെൽത്തിയർ വേൾഡ് എന്നതാണ് ഈ ആക്ഷൻ പ്ലാനിൻ്റെ കാഴ്ചപ്പാട്. ഇനി അടുത്തതായി വിവിധ തരത്തിലുള്ള ശാരീരിക പ്രവർത്തനങ്ങളെക്കുറിച്ച് നോക്കാം. നടത്തം, സൈക്ലിംഗ്, സ്പോർട്സ്, സജീവമായ വിനോദങ്ങൾ, ഉദാഹരണത്തിന് യോഗ, നൃത്തം, എയ്റോബിക്സ് എന്നിങ്ങനെയുള്ള ശാരീരിക പ്രവർത്തനങ്ങൾ നടത്താം. ജോലി സ്ഥലത്തായാലും വീട്ടിലിരുന്നായാലും മതിയായ ദൈർഘ്യത്തിലും തീവ്രതയിലും പതിവായി ചെയ്യുന്ന എല്ലാത്തരം ശാരീരിക പ്രവർത്തനങ്ങളും ആരോഗ്യപരമായ ഗുണങ്ങൾ ചെയ്യും. ലോകമെമ്പാടും മുതിർന്നവരിൽ 4-ൽ 1 വീതവും കൗമാരക്കാരിൽ 4-ൽ 3 പേര് വീതവും ലോകാരോഗ്യ സംഘടന നിശ്ചയിച്ചിട്ടുള്ള ശാരീരിക പ്രവർത്തനങ്ങൾ പാലിക്കുന്നില്ല. സ്ത്രീകൾ, പെൺകുട്ടികൾ, പ്രായമായവർ, ഭിന്നശേഷിക്കാർ, വിട്ടുമാറാത്ത രോഗമുള്ളവർ ഉൾപ്പെടെ എല്ലാവർക്കും സുരക്ഷിതവും ഉചിതവുമായ വ്യായാമങ്ങൾ ചെയ്യുവാനുള്ള അവസരങ്ങളും സ്ഥലങ്ങളും ഏർപ്പെടുത്തണം. ഉയർന്ന അളവിലുള്ള നിഷ്ക്രിയമായ ജീവിതശൈലികൾ, അസാധാരണമായ ഗ്ലൂക്കോസ് മെറ്റബോളിസം, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, ഉയർന്ന മരണനിരക്ക് എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചെറിയ ശാരീരിക പ്രവർത്തനങ്ങൾ, ഉദാഹരണത്തിന് ജോലിയിലെ ഒഴിവു സമയങ്ങളിൽ എഴുന്നേറ്റ് നടക്കുക, ലിഫ്റ്റിന് പകരം പടികൾ കയറുക എന്നിങ്ങനെയുള്ള പ്രവൃത്തികൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ മികച്ച ആരോഗ്യത്തിലേക്ക് എത്താൻ സാധിക്കുകയും ഉൽപാദനക്ഷമത വർദ്ധിക്കുന്നതായും പഠനങ്ങൾ പറയുന്നു. ഗുണനിലവാരമുള്ള ശാരീരിക വിദ്യാഭ്യാസം സ്കൂളുകളിൽ നൽകുന്നതിലൂടെ ജീവിതശൈലി രോഗങ്ങൾ, മാനസിക വ്യതിയാനങ്ങൾ, ഉദാഹരണത്തിന് ഭയം, വിഷാദം, അമിത ഉത്കണ്ഠ, കോപം എന്നിങ്ങനെ പ്രതിരോധിച്ച് ശാരീരികവും ആരോഗ്യപരവുമായ മാനസിക സുസ്ഥിരത കൈവരിക്കുന്നു. അക്കാദമിക ഫലങ്ങൾ ശക്തിപ്പെടുത്തുവാൻ കായിക അധ്വാനത്തിലൂടെ സാധിക്കുന്നതാണ്. പ്രായമായവർക്ക് ശാരീരികവും മാനസികവും സാമൂഹികവുമായ ആരോഗ്യം നിലനിർത്തുന്നതിനും ഡിമെൻഷ്യ പോലെയുള്ള അസുഖങ്ങളെ തടയുവാനും ആരോഗ്യകരമായ വാർദ്ധക്യം കൈവരിക്കുന്നതിനും മതിയായ വ്യായാമം അനിവാര്യമാണ്.
ഇനി അടുത്തതായി ലോകാരോഗ്യ സംഘടനയുടെ വ്യായാമ മാർഗനിർദ്ദേശങ്ങളെ പറ്റി നോക്കാം. ആദ്യം 5 മുതൽ 17 വയസ്സ് വരെയുള്ള കുട്ടികൾ ഓരോ ദിവസവും കുറഞ്ഞത് 60 മിനിറ്റെങ്കിലും മിതമായതോ തീവ്രതയുള്ളതോ ആയ ശാരീരിക വ്യായാമങ്ങൾ ചെയ്യണം. കൂടുതലും എയ്റോബിക് വ്യായാമങ്ങളാണ് നല്ലത്. ഇതോടൊപ്പം അതിതീവ്രമായ വ്യായാമങ്ങൾ ആഴ്ചയിൽ 3 ദിവസമെങ്കിലും ചെയ്യേണ്ടതാണ്. സ്ക്രീൻ ടൈം അഥവാ മൊബൈൽ, TV, കമ്പ്യൂട്ടർ എന്നിവയുടെ ഉപയോഗം കുറയ്ക്കുകയും ചെയ്യുന്നത് വളരെയധികം ഗുണം ചെയ്യും. അടുത്തതായി 18 മുതൽ 64 വയസ്സ് വരെയുള്ളവരുടെ വ്യായാമ രീതികളെക്കുറിച്ച് നോക്കാം. ഇവർ പതിവായി ശാരീരിക വ്യായാമങ്ങൾ നടത്തേണ്ടതാണ്. ആഴ്ചയിൽ കുറഞ്ഞത് 150 മുതൽ 300 മിനിറ്റ് വരെയോ മിതമായ എയ്റോബിക് എക്സസൈസോ അല്ലെങ്കിൽ 75 മുതൽ 150 മിനിറ്റ് വരെ അതിതീവ്ര എയ്റോബിക് എക്സസൈസോ അല്ലെങ്കിൽ ഇവ രണ്ടും മാറി മാറി ചെയ്യാവുന്നതാണ്. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ ആഴ്ചയിൽ 2 അതിലധികമോ ദിവസങ്ങളിൽ മസിലുകളെ ശക്തിപ്പെടുത്തുന്ന റെസിസ്റ്റൻസ് ട്രെയിനിങ് ചെയ്യുന്നതും നല്ലതാണ്. 65 വയസ്സിന് മുകളിൽ പ്രായമായവർ അവരുടെ നിലവിലെ ആരോഗ്യസ്ഥിതിക്കനുസരിച്ച് മുതിർന്നവർക്ക് നിർദ്ദേശിച്ചിരിക്കുന്ന അതേ വ്യായാമങ്ങൾ ചെയ്യാവുന്നതാണ്. 150 മിനിറ്റ് മിതമായ എക്സസൈസ് അല്ലെങ്കിൽ 75 മിനിറ്റ് അതിതീവ്ര എക്സസൈസ് അല്ലെങ്കിൽ ഇവ രണ്ടും മാറി മാറി ആഴ്ചയിൽ ചെയ്യാവുന്നതാണ്. ഇതോടൊപ്പം 3 അതിൽ കൂടുതലോ ദിവസങ്ങളിൽ മിതമായ തീവ്രതയിലുള്ള സ്ട്രെങ്ത് ട്രെയിനിങ് എക്സസൈസും ചെയ്യാവുന്നതാണ്. ഇതുകൂടാതെ ആദ്യമായിട്ടാണ് ഗർഭിണികൾക്കും പ്രസവാനന്തര സ്ത്രീകൾക്കും വിട്ടുമാറാത്ത അവസ്ഥകളോ വൈകല്യങ്ങളോ ഉള്ളവർക്കും വേണ്ടി ലോകാരോഗ്യ സംഘടന നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഗർഭിണികളും പ്രസവാനന്തര സ്ത്രീകളും ആഴ്ചയിൽ കുറഞ്ഞത് 180 മിനിറ്റ് മിതമായ തീവ്രതയിലുള്ള എയ്റോബിക് അല്ലെങ്കിൽ കായിക വ്യായാമങ്ങൾ ചെയ്യുന്നതിലൂടെ ഗർഭകാല രക്താതിസമ്മർദ്ദം, ഗർഭകാല പ്രമേഹം, പ്രസവ സങ്കീർണതകൾ, പ്രസവാനന്തര വിഷാദം എന്നിവയ്ക്കുള്ള സാധ്യതകൾ കുറയ്ക്കുന്നു. പതിവായ ശാരീരിക വ്യായാമങ്ങളിലൂടെ ടൈപ്പ് 2 പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം, ഉത്കണ്ഠ, വിഷാദം, ഹൃദ്രോഗങ്ങൾ, ഉറക്കമില്ലായ്മ എന്നിവയിൽ മാറ്റം വരുന്നു. അടുത്തതായി കെയർവെല്ലിനെ കുറിച്ച് നോക്കാം. കെയർവെൽ അഥവാ ആരോഗ്യ പരിപാലനം അഥവാ കെയർവെൽ ലോകാരോഗ്യ സംഘടനയുടെ നിർവചന പ്രകാരം ആരോഗ്യം എന്നത് രോഗങ്ങളില്ലാത്ത അവസ്ഥ മാത്രമല്ല, മറിച്ച് സമ്പൂർണ്ണ ശാരീരിക, മാനസിക, സാമൂഹിക സുസ്ഥിതിയാണ്. ശരീരവും മനസ്സും സാമൂഹിക ജീവിതവും എല്ലാം സന്തുലിതമായി പ്രവർത്തിക്കുന്ന അവസ്ഥയാണ് യഥാർത്ഥ ആരോഗ്യം. ഈ സമഗ്രമായ ആരോഗ്യ ആശയത്തെയാണ് ഹോമിയോപ്പതിയിലൂടെ പ്രാവർത്തികമാക്കുന്നത്. നമ്മുടെ ജീവിതശൈലിയിലുണ്ടായ അനാരോഗ്യകരമായ മാറ്റങ്ങൾ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളാണ് ജീവിതശൈലി രോഗങ്ങൾ. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഏറ്റവും അധികം ആളുകളെ പിന്തുടരുന്ന രോഗങ്ങളിലൊന്നാണ് ജീവിതശൈലി രോഗങ്ങൾ. ഓരോ വ്യക്തികളും രോഗം വരുന്നതിന് മുന്നേ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം, അമിതവണ്ണം, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, ഹൃദ്രോഗങ്ങൾ, ക്യാൻസർ, കരൾ രോഗങ്ങൾ തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ്. മാറിയ ആഹാരശീലങ്ങൾ, വ്യായാമമില്ലായ്മ, മാനസിക സംഘർഷങ്ങൾ, ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം തുടങ്ങിയവയാണ് ഇവ വരാനുള്ള പ്രധാന കാരണങ്ങൾ. അലസമായ ജീവിതശൈലിയിലൂടെ പൊണ്ണത്തടി, അമിതവണ്ണം, ഹൃദ്രോഗം, ക്യാൻസർ, കരൾ രോഗങ്ങൾ, പിത്താശയക്കല്ലുകൾ തുടങ്ങിയ രോഗാവസ്ഥകൾ ഉടലെടുക്കപ്പെടുന്നു. ICMRന്റെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ 1,00,000 പേരിൽ 173 ആളുകളിൽ നിലവിൽ ക്യാൻസർ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ജനസംഖ്യാ അനുപാതവുമായി ക്യാൻസർ ബാധിതരുടെ എണ്ണത്തിൽ കേരളം രാജ്യത്ത് മുന്നിലാണ്. ഇത്തരം രോഗാവസ്ഥകളെ പ്രതിരോധിക്കാനും ചികിത്സയ്ക്കുമായി വിദഗ്ധ ഡോക്ടറുടെ സേവനം തേടേണ്ടതാണ്. ഇതിനോടൊപ്പം ഉയരത്തിനും ശരീരഭാരത്തിനും ആനുപാതികമായി ബോഡി മാസ് ഇൻഡെക്സ് 18.5 മുതൽ 24.9 വരെ നിലനിർത്താൻ ശ്രദ്ധിക്കുക. വർഷം തോറും ആരോഗ്യ പരിശോധനകൾ, രക്തപരിശോധനകൾ, കണ്ണ്, വൃക്ക എന്നിവ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നടത്തുക. നന്നായി ഉറങ്ങുക. മോശം ഉറക്കവും അമിത മാനസിക സമ്മർദ്ദവും ശരീരത്തിൽ സ്ട്രെസ് ഹോർമോണിൻ്റെ അളവ് വർദ്ധിപ്പിക്കാനും തുടർ ചികിത്സ ക്ലേശകരമാക്കുകയും ചെയ്യുന്നു. ജോലി സമ്മർദ്ദം, കുടുംബ പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്ന് തുടങ്ങി വിവിധമായ സ്ട്രെസ് നമ്മുടെ ശാരീരിക ആരോഗ്യത്തെ ബാധിക്കുന്നു. ആയതിനാൽ ഇത്തരം സമ്മർദ്ദങ്ങളെ നിയന്ത്രിക്കുവാനും മനസ്സിനെ
ശാന്തപ്പെടുത്തുവാനും യോഗയും മെഡിറ്റേഷനും ജീവിതചര്യയിൽ ഒന്നാക്കി മാറ്റുക. ആയുഷ് ഹോമിയോപ്പതി വകുപ്പിൽ ജീവിതശൈലി രോഗങ്ങളുടെ പ്രതിരോധത്തിനും പരിചരണത്തിനും ചികിത്സയ്ക്കുമായി പ്രവർത്തിക്കുന്ന പദ്ധതിയാണ് ആയുഷ്മാൻ ഭവ. നമ്മൾ ഓരോരുത്തരും നമുക്കും നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിൻ്റെയും ആരോഗ്യത്തിനു വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കേണ്ടതായിട്ടുണ്ട്. ആരോഗ്യ പ്രവർത്തകരുടെ പിന്തുണയോടെയോ അല്ലാതെയോ ആരോഗ്യം പ്രോത്സാഹിപ്പിക്കാനും രോഗം തടയാനും ആരോഗ്യം നിലനിർത്താനും രോഗങ്ങളെയും വൈകല്യങ്ങളെയും നേരിടാനും വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സമൂഹത്തിനും ഉള്ള കഴിവാണ് സ്വയം പരിചരണം എന്നതുകൊണ്ട് ലോകാരോഗ്യ സംഘടന അർത്ഥമാക്കുന്നത്. ഓരോ വ്യക്തിയും രോഗങ്ങൾ വരാതിരിക്കാൻ പ്രതിരോധ പ്രവർത്തനങ്ങളും കാര്യമായ ജീവിതശൈലി മാറ്റങ്ങളും വരുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ആശ്രിതർക്ക് പരിചരണം നൽകൽ, പാലിയേറ്റീവ് കെയർ പോലെയുള്ള പുനരധിവാസവും ഇവയിൽ ഉൾപ്പെടുന്നു. ആയുഷ് ഹോമിയോപ്പതി വകുപ്പിൽ കിടപ്പ് രോഗികളുടെ സ്വാന്തന പരിചരണത്തിനായി പാലിയേറ്റീവ് പദ്ധതി ഇതിനുവേണ്ടി പ്രവർത്തിച്ചു വരുന്നു. ശാരീരിക ആരോഗ്യത്തെ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് മാനസികാരോഗ്യം. സ്വന്തം കഴിവുകളെ വിലയിരുത്താനും ദൈനംദിന ജീവിതത്തിലെ പ്രശ്നങ്ങളെ ധൈര്യത്തോടെ നേരിടുവാനും അതുവഴി ഫലപ്രദമായ ഒരു സാമൂഹിക ജീവിതം നയിക്കുവാനും കഴിവുള്ള ഏതൊരു വ്യക്തിയും നല്ല മാനസിക ആരോഗ്യത്തിന് ഉടമയാണ്. എന്നാൽ വിഷാദരോഗം, അമിത ഉത്കണ്ഠ, അമിത ദേഷ്യം, നിഷേധ മനോഭാവം, ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം തുടങ്ങിയ മാനസിക വ്യതിയാനങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളരെയധികമാണ്. പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്തുകയും ചികിത്സ നൽകുകയും ചെയ്താൽ ഇവയെ ഒരു പരിധിയിലാക്കാം. ചിട്ടയായ ചികിത്സാരീതി, കൃത്യമായ വ്യായാമം, ശരിയായ ഭക്ഷണരീതി, ആവശ്യത്തിന് വിശ്രമം, ഉറക്കം, മദ്യം, ലഹരി ഒഴിവാക്കൽ, സാമൂഹിക ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കുക, പ്രതിസന്ധികളിൽ പരസ്പരം സഹായിക്കുക എന്നീ പ്രതിരോധ മാർഗങ്ങൾ ഒരു പരിധിവരെ മാനസിക രോഗങ്ങളിൽ നിന്ന് അകറ്റി നിർത്തും. ആയുഷ് വകുപ്പിന് കീഴിൽ കുട്ടികളുടെ മാനസികവും ബുദ്ധിപരവും പഠന പെരുമാറ്റ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ചികിത്സ, കൗൺസിലിംഗ് എന്നിവ സദ്ഗമയ എന്ന പദ്ധതിയിലൂടെ നടപ്പിലാക്കി വരുന്നു. മദ്യം, മയക്കുമരുന്ന്, പുകയില തുടങ്ങിയ ലഹരിയുടെ ഉപയോഗം പലതരം ക്യാൻസറുകളെ നമ്മളിലേക്ക് എത്തിക്കുന്നു. ലഹരി വിമോചന ചികിത്സ ഹോമിയോപ്പതിയിൽ എന്ന ആശയം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന പദ്ധതിയാണ് പുനർജനി. സ്ത്രീകളുടെ മാനസികവും വൈകാരികവുമായ ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി പ്രവർത്തിച്ചു വരുന്ന പദ്ധതിയാണ് സീതാലയം. ആയുഷ് ഹോമിയോപ്പതി വകുപ്പ് നടപ്പിലാക്കി വരുന്ന വന്ധ്യതാ നിവാരണ പദ്ധതിയാണ് ജനനി. വിശദമായ പരിശോധനയിലൂടെ വന്ധ്യതയുടെ കാരണം തിരിച്ചറിഞ്ഞ് ഹോമിയോപ്പതി മരുന്നിലൂടെ ചികിത്സ നൽകി വരുന്നു. സ്ഥിരതയാണ് പ്രധാനം. ജീവിതത്തിൽ കൊണ്ടുവരുന്ന നല്ല ശീലങ്ങളും മാറ്റങ്ങളും തുടർച്ചയായി കൊണ്ടുപോകാൻ സാധിക്കണം. ആരോഗ്യകരമായ ദിനചര്യകൾ, കൃത്യമായ സമയത്തുള്ള ഭക്ഷണം, പതിവായ വ്യായാമം, ആരോഗ്യമായ ജലപാനം നടത്തുക എന്നിവ ജീവിതത്തിൻ്റെ ഭാഗമാക്കി എടുത്താൽ മാത്രമേ രോഗങ്ങളെ പ്രതിരോധിക്കാനും നിയന്ത്രിക്കാനും സാധിക്കുകയുള്ളൂ. ആരോഗ്യമുള്ള നാളേക്കായി ഹോമിയോപ്പതിയെ ഉപയോഗപ്പെടുത്താം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.